കേരളത്തെ താനിതാ വിസ്മയ തുമ്പത്ത് നിർത്താൻ പോകുന്നു എന്നാണല്ലോ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ 2 ദിവസം മുൻപ് പറഞ്ഞത്. ആ വിസ്മയം കേവലം ആയിഷ പൊറ്റിയിൽ ഒതുങ്ങുന്ന ഒരു വിസ്മയമാണോ, അതോ ഒരു സമഗ്ര പാക്കേജ് എന്ന നിലയിൽ എൻറ്റയർ കേരള കോൺഗ്രസ് UDF വരിക എന്നതാണോ എന്നതായിരുന്നു സംശയം. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ എന്ന് തോന്നാവുന്ന രീതിയിൽ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ടുമില്ല, ഞങ്ങൾ ഇല്ലത്ത് നിന്ന് തിരിച്ചിട്ടില്ല, അതുകൊണ്ട് അമ്മാത്തെത്തിയിട്ടില്ല എന്ന പരിഭവം വേണ്ടല്ലോ. ഇതെല്ലാം മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ആരോപണങ്ങളാണ്. ഇത് ജോസ് കെ മാണിയും കൂട്ടരും LDF വിടുന്നു, UDF കയറാൻ പോകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കാൻ സാധ്യത? എന്താണ് ഇനി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം? ഇത് അടഞ്ഞ അധ്യായമായി പരിഗണിക്കാമോ? എൻ്റെ അഭിപ്രായം ഇത് അടഞ്ഞ അധ്യായം അല്ല. ഒരു കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അത് ജോസഫ് ആകട്ടെ, മാണി ആയിക്കോട്ടെ, ജേക്കബ് ആകട്ടെ, പിള്ള ആകട്ടെ, ഇനിയും അതും അല്ല എങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസ്, ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ് ആകട്ടെ, ചരിത്രത്തിൽ നാളിതുവരെയുള്ള ഒരു 10-ലധികം കേരള കോൺഗ്രസുകൾ പല സമയങ്ങളിലായി ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ വിശാലമായ ഒരു പദ്ധതിയിലല്ല പോകുന്നത്, മറിച്ച് അതത് സമയത്തെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ചും അതത് സമയത്തെ പ്രായോഗികത അനുസരിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. സോ മൈ ആൻസർ ഈസ് Jose K. Mani's no is not a categoric no. It may mean perhaps, maybe, let us see, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിരന്തരമായി UDF നേതാക്കൾ കഴിഞ്ഞ 2 മാസമായി ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. നേതാക്കളെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ, ചെന്നിത്തല, വി ഡി സതീശൻ, അതുപോലെ KC വേണുഗോപാൽ, എല്ലാവരും തന്നെ ജോസ് കെ മാണിയുമായും മറ്റ് നേതാക്കളുമായി MLA-മാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ അനൗപചാരികമാണ്, രാഷ്ട്രീയക്കാരല്ലേ. ഇവരൊക്കെ അടിസ്ഥാനപരമായി ഈ കേരള കോൺഗ്രസ്സിന് ഒരു UDF സ്വഭാവമല്ലേ ഉണ്ടായിരുന്നത് കാലത്തും. അത് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നല്ലോ കേരള കോൺഗ്രസ്. 1964 പിളർപ്പിന് മുമ്പ് വരെ ഒരൊറ്റ പാർട്ടിയായിരുന്നു. അതുകൊണ്ട് ഐഡിയോളജിക്കലി അധ്വാനവർഗ സിദ്ധാന്തം കൊണ്ടുവന്നത് മാണിയാണ്. ആ അധ്വാനവർഗ സിദ്ധാന്തം അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന CPM-നും LDF-നും അനുകൂലമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാമെന്നല്ലാതെ കൂടുതൽ സമയത്തും UDF-ലായിരുന്നു കേരള കോൺഗ്രസിൻ്റെ സ്ഥാനം. വിവിധ കേരള കോൺഗ്രസുകൾ UDF-ലും LDF-ലും മാണിയും ജോസഫും ആയിരുന്നല്ലോ ഈ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടെങ്കിലും പ്രധാനപ്പെട്ട 2 വശങ്ങളിലായി നിന്നുകൊണ്ട് പോരാടിയിരുന്നത്. അതുകൊണ്ട് മാണി UDF-ലാണെങ്കിൽ ജോസഫ് LDF-ൽ, ജോസഫ് UDF-ലാണെങ്കിൽ മാണി LDF-ൽ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും നിന്ന ഒരു ചരിത്രമാണ്. അവിടെ മാണി ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ ശക്തി എന്ത് എന്നത് വിലയിരുത്താനാണ് 16-ാം തീയതിയിലത്തെ യോഗം. ആ യോഗത്തിൽ തീർച്ചയായും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ അവലോകനം ചെയ്യപ്പെടും. അതിനു മുൻപ് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് അനൗപചാരികമായി നടന്നത്. MLA-മാർക്കെല്ലാം തന്നെ അറിയാം, അവിടെയൊക്കെ മണ്ഡലങ്ങളിൽ 5 MLA-മാരുടെയും മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് UDF ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അനുസരിച്ച് 5 MLA-മാരുടെ, ആദ്യ MLA പ്രമോദ് മഹാജൻ്റെ മണ്ഡലത്തിൽ തീർച്ചയായും UDF-ന് മേധാവിത്വമുണ്ട്. അതേപോലെ തന്നെ കഞ്ഞിരപ്പള്ളിയിൽ UDF-ന് തന്നെയാണ് മേൽക്കൈ. റോഷി അഗസ്റ്റിൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടുക്കിയിൽ 15,600 ചില്ലുവാനം വോട്ടിനാണ് UDF അവിടെ ലീഡ് ചെയ്യുന്നത്. അതൊരു പക്ഷേ UDF-ലേക്ക് റോഷി അഗസ്റ്റിൻ വന്നെങ്കിൽ മാത്രമേ ആ സീറ്റ് റോഷി അഗസ്റ്റിൻ നിലനിർത്താനാവൂ. LDF-ൽ നിൽക്കുന്ന റോഷി അഗസ്റ്റിൻ ഒരു പക്ഷേ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് പോകുമ്പോഴും സീറ്റ് നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നു. എന്നിട്ടും എന്തിന് അവിടെ നിൽക്കുന്നു? അവിടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം LDF-ൻ്റെ നേതാക്കളിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും പാർട്ടി ജനറൽ സെക്രട്ടറിയിൽ നിന്നും ഒക്കെ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രമോദ് നാരായണൻ അത് സ്വല്പം ഈ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. സഭയുടെ ഭാഗത്ത് നിന്ന് UDF-നോടൊപ്പം ചേരണമെന്ന രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സമ്മർദ്ദങ്ങൾ എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടി അല്ല. സമ്മർദ്ദങ്ങളുണ്ട്. 2 തരം സമ്മർദ്ദങ്ങളാണുള്ളത്. ഒന്ന്, ഗ്രാസ് റൂട്ട് ലെവൽ പാർട്ടി വർക്കർമാരുടെ ഇടയിൽ നിന്നുള്ള വലിയ സമ്മർദ്ദം. അതെന്താണ്? പാർട്ടി വർക്കർമാർ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ അണികൾ, പാർട്ടി പ്രവർത്തകർ വലിയ തോതിലാണ് നേതാക്കളോട് പറയുന്നത്,
തങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കേരള കോൺഗ്രസ് അനുകൂല ഭവനങ്ങളിൽ നിന്നും വോട്ടുകൾ LDFിലേക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്നില്ല. CPM-നെ ഇപ്പോൾ ഒരു പാർട്ടി അല്ലല്ലോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അവർ പറയുന്നിടത്ത്, നേതാക്കൾ പറയുന്നിടത്ത് ഒരുപക്ഷെ ഈ അനുഭാവികൾ വോട്ട് ചെയ്യണമെന്നില്ല. UDFിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്, LDFിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന ഒരു ചിന്ത അനൗപചാരികമായ സംഭാഷണത്തിൽ വന്നു. അതൊരു കാര്യം. 2, ജയിച്ചു വരാനുള്ള സാഹചര്യം കുറവല്ലേ? UDFിൽ ചേക്കേറിയാൽ പരമാവധി ലഭിക്കാൻ പോകുന്നത് 9 സീറ്റാണ്. നിലവിൽ LDF 13 സീറ്റ് വെച്ച് നീട്ടി 12 സീറ്റിൽ മത്സരിച്ചു. ഇപ്രാവശ്യം വേണമെങ്കിൽ 14 15 സീറ്റ് കൊടുക്കാൻ LDF തയ്യാറാവും. കാരണം LDFിൽ ക്രിസ്ത്യൻ മുഖമുള്ള ഒരു പാർട്ടി അത്യന്താപേക്ഷിതമാണ്. LDFിൽ കാരണം കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ പ്രഭാവം ഉണ്ടാകണമെങ്കിൽ UDF ആ ജില്ലകൾ തൂത്തുവാരാതെ ഇരിക്കണമെങ്കിൽ ഒരു കേരള കോൺഗ്രസ്, ശക്തമായ ഒരു കേരള കോൺഗ്രസ് LDFിൽ ഉണ്ടാക്കണം എന്നത് CPM-ന്റെ കൂടെ ആവശ്യമാണ്. അതേസമയം UDFിൻ്റെ ഒരു ചിന്ത നോക്കൂ. കോട്ടയം ജില്ല ഫോർ എക്സാമ്പിൾ, അവിടെ LDFിന് കിട്ടിയത് 35% വോട്ട് ഷെയറാണ്. അവിടെ CPM-ഉം CPI-യും കേരള കോൺഗ്രസ് മാണിയും ഒന്നിച്ചു നിൽക്കുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമനുസരിച്ച് 38% വോട്ട് ഷെയറേ ഉള്ളൂ. 43% ഉണ്ട് UDFിന്. ഓർക്കണം, 5-6% വ്യത്യാസമുണ്ട് UDF LDF തമ്മിൽ. അപ്പോൾ മാണി വിഭാഗം കേരള കോൺഗ്രസ് ആണ് കോട്ടയം ജില്ലയിലെ പ്രധാന രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അത് കോൺഗ്രസ് തന്നെയാണ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും ചെറിയ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ മനസ്സിലാക്കുന്നു, കേരള കോൺഗ്രസ് കടന്നു വരികയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പലരും കുപ്പായം തയ്ച്ചിരിപ്പുണ്ട്. കോട്ടയം ജില്ലയുടെ പല മണ്ഡലങ്ങളിലായി 9 മണ്ഡലങ്ങളിലാണ് കോട്ടയം ഉള്ളത്. അവിടെ 3-4 ഇടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയം പ്രതീക്ഷിക്കുന്നതുമുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫിനും അവിടെ സീറ്റ് കൊടുക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ജോസഫിന് ഒരു വിന്നബിലിറ്റി ഉണ്ട് എന്ന് UDF മനസ്സിലാക്കുന്നു. മാണി കൂടി കടന്നു വന്നാൽ 9 സീറ്റുകളും തൂത്തുവാരാം എന്ന ചിന്തയുണ്ട്. അതുകൊണ്ട് സംസ്ഥാന ഭരണം ഉറപ്പായി UDFിന് ലഭിക്കും. ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് സ്വല്പം വിട്ടുവീഴ്ച എല്ലാ ഘടകകക്ഷികളും, ജോസഫ് വിഭാഗവും കോൺഗ്രസും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് മാണിയെ ഉൾക്കൊള്ളാം എന്ന ചിന്ത ഉണ്ടായത് അങ്ങനെയാണ്. അതുകൊണ്ട് മാണി വിഭാഗത്തിനും അറിയാം, നിലവിൽ മാണിക്ക് ഒരുപക്ഷെ LDFിൽ നിന്ന് 13 സീറ്റ് കൃത്യമായി മത്സരിക്കാൻ ലഭിക്കും. പക്ഷേ കൃത്യമായി വിജയിച്ചു വരാം എന്ന് കരുതുന്ന ഒരൊറ്റ സീറ്റില്ല എന്നോർക്കണം. പാലാ സീറ്റ് ഉദാഹരണത്തിന് വിജയിച്ചു വരാൻ സാധിക്കുമോ? ജോസ് കെ മാണി മത്സരിക്കേണ്ടത് പാലയിലാണ്. രാജ്യസഭാ MP ആണ്. എങ്കിൽ പോലും സംസ്ഥാനത്ത് ഭരണം ലഭിക്കുകയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമല്ലോ ജോസ് കെ മാണിക്ക്. അത് റോഷി അഗസ്റ്റിൻ അല്ല എന്നറിയാവുന്നത് കൊണ്ടാണ് റോഷി അഗസ്റ്റിൻ മാറി മാറി നിൽക്കുന്നത്. പക്ഷെ ജോസ് കെ മാണിക്ക് ഇടതുപക്ഷം തിരിച്ചധികാരത്തിൽ വന്നാൽ ജോസ് കെ മാണിക്ക് കൃത്യമായി നിയമസഭയിൽ എത്താൻ കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നല്ലോ. നിയമസഭയിൽ പാലായിൽ വിജയിച്ചിരുന്നെങ്കിൽ കൃത്യമായി മന്ത്രിയാകുമായിരുന്നല്ലോ. പക്ഷെ വിജയിക്കാതെ പോയതുകൊണ്ടാണ് റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വന്നത്. ഇപ്രാവശ്യം പാലായിൽ ജോസ് കെ മാണിക്ക് വിജയസാധ്യത ഉണ്ടോ? കൃത്യമായി പറയാനാവില്ല. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. കാരണം അവിടെ പാല നിയോജക മണ്ഡലത്തിൽ മാണി സി കാപ്പൻ ഫേംലി എൻട്രെഞ്ച്ഡ് ആണ്. ഇടതുപക്ഷത്തോടൊപ്പം മത്സരിച്ച് ഏതാണ്ട് 2000 ചിലവാനം വോട്ടിനാണ് ആദ്യം ജയിച്ചു വന്നത്, ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നത്. പിന്നീട് UDFിനോട് ചേർന്ന് നിന്നുകൊണ്ട് സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ 10000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാണി മകനെ പരാജയപ്പെടുത്തി, ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് ജോസ് കെ മാണിയും മാണി സി കാപ്പനും തമ്മിൽ ഒരു മത്സരം നടന്നാൽ, പ്രത്യേകിച്ച് UDFിന് മേൽക്കൈയുള്ള ഈ സാഹചര്യത്തിൽ, അവിടെ മാണി സി കാപ്പൻ്റെ വ്യക്തിപരമായ പ്രഭാവത്തെ മറികടക്കാൻ KM മാണിയുടെ പുത്രന് കഴിയുമോ എന്നതൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ജോസ് കെ മാണി പറയുന്നത് ഏതാണ്ട് 1500-2000-ഓളം വോട്ടുകൾക്ക് പല മേഖലയിൽ, പല നിയോജക മണ്ഡലത്തിൽ മാണി വിഭാഗം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുന്നിലാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു മുത്തോലി പഞ്ചായത്തിൻ്റെയൊക്കെ ഭരണമുണ്ട്. അതുമാത്രമല്ല പാല നഗരസഭ കൈവിട്ടു. അവിടെ പുളിക്കക്കണ്ടം ബ്രദേഴ്സ് ആൻഡ് ഡോട്ടർ അവരുടെ ഭരണമാണ്. അത് UDFിൻ്റെ പിന്തുണയോടുകൂടി. പക്ഷേ ഇപ്പോഴും തനിക്ക് ക്ലൗട്ട് ഉണ്ട് എന്ന് പറയുന്നത് കൃത്യമായി ജയിച്ചു വരുമെന്ന് ഉറപ്പില്ല. ജയിച്ചു വന്നാൽ എന്താ? LDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ പ്രതിപക്ഷത്തെ ഒരു ശരാശരി MLA ആയിരിക്കുന്നതിനേക്കാളും നല്ലത് ഡൽഹിയിൽ പിടിപാടുള്ള 2030 വരെ തുടരാൻ കഴിയുന്ന രാജ്യസഭാ സ്ഥാനമല്ലേ നല്ലത് എന്ന് ജോസ് കെ മാണി വിചാരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അപ്പം ജോസ് കെ മാണിക്ക് പോലും കൃത്യമായി ജയിച്ചു വരാം എന്ന് പറയുന്നില്ല. അതുപോലെ മോൻസ് ജോസഫ് ജയിച്ച കടുത്തുരുത്തിയാണ് വലിയ രീതിയിൽ മാണി ഗ്രൂപ്പിന് പ്രാതിനിധ്യം ഉണ്ട് എന്ന് പറയുന്നത്. മോൻസ് ജോസഫ് എന്ന മഹാമേരുവിനെ 10000-ൽ കൂടുതൽ വോട്ടിന് ജയിച്ചു വന്ന മോൻസ് ജോസഫിനെ ഒന്ന്
ഒന്നും പരാജയപ്പെടുത്താൻ അവിടെ സാധിക്കില്ല. കടുത്തുരുത്തിയിൽ മാണി ഗ്രൂപ്പിന് ജയിച്ചു വരാൻ കഴിയില്ല. ഇപ്പോൾ നിലവിലുള്ള 5 മണ്ഡലങ്ങളുടെ കാര്യം ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. അവിടെ എല്ലാം മേൽക്കൈ UDF-നാണ്. അപ്പം മാണി വിഭാഗത്തിന് നിയമസഭയിൽ LDF-നോടൊപ്പം ചേർന്ന് മത്സരിച്ചാൽ ഒരു പ്രാതിനിധ്യം പോലും ഉണ്ടാകില്ല എന്ന, കഴിഞ്ഞ പ്രാവശ്യവും തോറ്റ മണ്ഡലം ഇപ്രാവശ്യം പിടിച്ചെടുക്കാൻ കഴിയും എന്ന ചിന്തയൊന്നും മാണി ഗ്രൂപ്പിനില്ല. അങ്ങനെയെങ്കിൽ കുറച്ച് സീറ്റുകളെ കിട്ടിയുള്ളൂ എങ്കിലും 8 സീറ്റ് അല്ലെങ്കിൽ 9 സീറ്റ് ലഭിക്കുമെങ്കിൽ ഭാഗ്യം. അതിൽ 7 സീറ്റും 9 സീറ്റ് മത്സരിക്കാൻ ലഭിക്കുകയും അതിൽ 7 സീറ്റ് ജയിച്ചു വരാൻ കഴിയുകയും ചെയ്യുന്നതാണോ നല്ലത്? 13 14 സീറ്റ് മത്സരിച്ച് പൂർണ്ണ പരാജയപ്പെടാനാണോ വിധി? അതിൽ UDF-നോടൊപ്പം ചേർന്ന് നിന്നാൽ മെച്ചമുണ്ടാകും എന്ന മാണി ഗ്രൂപ്പിന്റെ ഉള്ളിലെ ഒരു ചിന്ത, അതാണ് ഒരുപക്ഷെ ജോസ് കെ മാണിയെ മാറി ചിന്തിപ്പിക്കുന്ന. അടുത്ത ഭരണം ഒരുപക്ഷെ UDF-നാവാം. അങ്ങനെയെങ്കിൽ മാണി ഗ്രൂപ്പിന്റെ MLA-മാർ ഒരു ശക്തമായ സാന്നിധ്യമാകും. അവിടെയെല്ലാമാണ് പ്രധാനം. അവിടെ പക്ഷെ ഒരു ഡേഞ്ചറുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ പുതുതായി കടന്നു വരുന്ന മാണി ഗ്രൂപ്പിന് എത്രത്തോളം അനുകൂലമായി നിൽക്കും? 1. 2. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു പ്രതിഷേധം കണക്കിലെടുക്കാതിരിക്കാനാവില്ലല്ലോ. കഴിഞ്ഞ 5 വർഷം ഒരുമിച്ച് നിന്നതാണ്. കോൺഗ്രസിനോടൊപ്പം ഒരുമിച്ച് നിന്ന ജോസഫ് ഗ്രൂപ്പിലെ സമുന്നതരായ നേതാക്കൾ, അണികൾ, അവർ പലരും മാണി ഗ്രൂപ്പിന്റെ കടന്നുവരവിനെ നഖശികാന്തം എതിർക്കുകയാണ്. PG ജോസഫ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. പക്ഷേ മാണി ഗ്രൂപ്പും കൂടെ കടന്നു വരുന്നത് പൂർണ്ണമായ വിജയസാധ്യത നിലനിർത്താൻ UDF-നെ സഹായിക്കും എന്നതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ കാര്യമായ ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് മൈ ഫൈനൽ ടേക്ക് ബിഫോർ ദി മീറ്റിംഗ്, 16-ാം തീയതി നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗിന് മുൻപിലുള്ള എൻ്റെ ടേക്ക്, ജോസ് കെ മാണി വിൽ ടേക്ക് സ്റ്റോക്ക് ഓഫ് ദ സിറ്റുവേഷൻ. ഒറ്റക്കെട്ടായി പാർട്ടിയെ നിർത്താനാവുമോ നോക്കും. വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. LDF-ൽ തുടരണമെന്ന അഭിപ്രായത്തിന് ആയിരിക്കാം ഒരുപക്ഷെ മേൽക്കൈ. അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാനായിരിക്കും തീരുമാനം. അല്ല എങ്കിൽ നല്ലൊരു വിഭാഗം അണികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന 86 പേരിൽ പലരും ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെ ജോസ് കെ മാണി ലൈനിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ UDF-ലേക്ക് വരാം എന്നൊരു വ്യാപകമായ ചിന്ത, നമുക്കൊന്നുകൂടി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിരിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പിളർപ്പ് ജോസ് കെ മാണി ആഗ്രഹിക്കുന്നില്ല. ഒരു പിളർപ്പിനുള്ള ആരോഗ്യം മാണി ഗ്രൂപ്പിനില്ല. വീണ്ടും പിളർപ്പിനുള്ള ആരോഗ്യമൊന്നുമില്ല. അതിന് മാത്രം ശക്തമൊന്നുമല്ല പാർട്ടി, അതിന് മാത്രം വലിയ അണികളൊന്നുമില്ല. KM മാണിയല്ലേ പണ്ട് പറഞ്ഞത്, വളരുംതോറും പിളരും, പിളരുംതോറും വളരും. വളരുംതോറും പിളരുന്നുണ്ട്. വളർച്ച വളരെ കുറവാണ്, പിളരുംതോറും എത്രത്തോളം വളരുന്നുണ്ട്. പല കാര്യങ്ങളാൽ വിലപേശി സീറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അണികൾ എണ്ണമൊന്നും വലുതായിട്ട് കൂടുന്നില്ല. വിദ്യാർത്ഥി സംഘടനകളോ തൊഴിലാളി സംഘടനയോ ഒന്നും തന്നെ വലിയ ശക്തി കാട്ടുന്നില്ല. അതുകൊണ്ട് മാണി ഗ്രൂപ്പിനാകട്ടെ ജോസഫ് ഗ്രൂപ്പിനാകട്ടെ ഈ കോൺഗ്രസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിനോടൊപ്പം ഒരു വലിപ്പം മുൻകാലത്തുണ്ടായിരുന്നത് ഇപ്പോൾ ആവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി മാണി വിഭാഗം പരിഗണിക്കും എന്ന് തന്നെയാണ് യോഗത്തിൽ പരിഗണിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് എ നോ ഈസ് നെവർ എ കാറ്റഗോറിക് നോ. തുടരും എന്ന് തന്നെ ഈ ആശങ്ക, ഈ അനിശ്ചിതാവസ്ഥ തുടരും. മാണി ഗ്രൂപ്പിന്റെ UDF പ്രവേശം അടഞ്ഞ അധ്യായമല്ല. ഒറ്റക്കെട്ടായി 5 MLA-മാരെയും എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും അണികളെയും ചേർത്തുകൊണ്ട് UDF-ൽ പ്രവേശിക്കാവുന്ന ഒരു അവസ്ഥയിലെത്തിയെങ്കിൽ മാത്രമേ ആ പ്രവേശനം നടക്കൂ എന്നതുകൊണ്ട് തൽക്കാലം കാത്തിരിക്കാൻ തന്നെയാണ് ഒരുപക്ഷെ മാണി ഗ്രൂപ്പിന്റെ തീരുമാനം.